ഹലോ ഗൈസ്, പുതിയ വിളിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലോൺ ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടുത്തി തരാം. ക്രെഡിറ്റ് ബി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ പുതിയ ആരെങ്കിലും ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തേട്ട ഗൈസ്. അപ്പോൾ അതായത് പലിശ ഭയങ്കര കുറവാണ് ഗൈസ്. പലിശ ഭയങ്കര കുറവാണ് ഒന്നാമത്. പിന്നെ പ്രോസസ്സിംഗ് ഫീയോ ഒക്കെ ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. പെട്ടെന്ന് തന്നെ എലിജിബിൾ ആവുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, കാരണം തൊണ്ടവേദനയും പനിയൊക്കെ ഉണ്ട് ഗൈസ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതിൻ്റെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എല്ലാം ചെയ്യുക ഗൈസ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നേരെ നമുക്ക് പോവാം. പ്ലേ സ്റ്റോറിൽ പോവാം നേരെ. എന്നിട്ട് ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ ഫീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എലിജിബിലിറ്റി ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറേ തരങ്ങൾ ലോണുണ്ട്. പേഴ്സണൽ ലോണുണ്ട്, ബിസിനസ് ലോണുണ്ട്, 2 വീലർ ലോണുണ്ട്, പിന്നെ പ്രോപ്പർട്ടി വെച്ച് ലോൺ എടുക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. ആ കൂടി 4 സ്റ്റെപ്പ് വരുന്നുള്ളൂ. ഞാൻ ഇവിടെ സെക്യൂരിറ്റി റീസൺ ആയതുകൊണ്ടാണ് അപ്ലൈ ചെയ്ത് കാണിക്കാത്തത്. നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇതും കിട്ടും. പിന്നെ നമുക്കിതിൻ്റെ പാർട്ട്ണറും എല്ലാം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. എബൌട്ടിൽ വരിക, എബൌട്ട് ക്ലിക്ക് ചെയ്യുക. എബൌട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലോൺ അവർ ഓഫർ ചെയ്യണത് 6,000 മുതൽ 10 ലക്ഷം വരെയാണ് കേട്ടോ. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ 12% ടു 28% വരെ. ടെനൂർ നോക്കുകയാണെങ്കിൽ 6 മാസം തൊട്ട് 60 മാസം വരെ നമുക്ക് ടെനൂറുണ്ട് വൈസ്. ക്വിക്ക് ലോൺ. ഇനി നമുക്ക് ലെൻഡിങ് പാർട്ട്ണർ ആരാക്കാൻ നോക്കാം. ലെൻഡിങ് പാർട്ട്നേഴ്സ് ഗ്രേസ് ബി സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പേയു ഫിനാൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, അക്സസോ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്, വിവർത്തി ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, ചോളമണ്ഡലം ഇൻവെസ്റ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ്, KTOC സീസൺ അങ്ങനെ കുറേ ലെൻഡിങ് പാർട്ട്ണറുകളുണ്ട് ഗൈസ്. എത്ര ആണ്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 കമ്പനികളുണ്ട് ഗൈസ് ലെൻഡിങ് പാർട്ട്ണറായിട്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം, അതായത് ഇന്ത്യയിലുള്ള ആൾക്കാർ കിട്ടുള്ളൂ. പിന്നെ ഓവർ ഓഫ് ഏജ് നോക്കി 21 മുകളിലാണ്. പിന്നെ സ്റ്റെപ്പേഴ്സ് അവൈലബിൾ ലോൺ എന്ന് വെച്ചാൽ നമുക്ക് പാൻ കാർഡ് ഉണ്ടായിരിക്കണം, ആധാർ കാർഡ് ഉണ്ടായിരിക്കണം, ഒരു ജോലി ഉണ്ടാക്കണം ഗൈസ്. ഒരു സാലറിഡ് പേഴ്സൺ തന്നെ നമുക്കിതിൽ ഒരു ജോലി ഉണ്ടാവണം. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് വേർഷൻ അതൊക്കെ അറിയാലോ. പിന്നെ ക്യാമറ പെർമിഷൻ ചോദിക്കും, കോണ്ടാക്ട് പെർമിഷൻ ചോദിക്കും, ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കും, മൈക്രോഫോൺ പെർമിഷൻ ചോദിക്കും, ടെലിഫോൺ പെർമിഷൻ ചോദിക്കും, SMS ചോദിക്കും. അങ്ങനെ കുറേ പെർമിഷനുകൾ അവർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയും കണ്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓവറോൾ ഇതിൻ്റെ നമ്മുടെ ആപ്പിൻ്റെ റിവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ക്രെഡിറ്റ് ബി ഇൻട്രസ്റ്റ് ഒന്നും അത്ര കുഴപ്പമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ലോൺ എടുത്ത് നോക്കുക. ഞാനിപ്പോൾ സ്റ്റെപ്പ് ഇനി KYC എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. ഇനി KYC വെരിഫിക്കേഷൻ ഉണ്ട്. ആധാർ വെച്ചിട്ട് ഒരു OTP വരും. ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു OTP വരും. OTP തൊട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ കസ്റ്റമർ കെയർ സപ്പോർട്ട് 24/7 ഉണ്ട്. ക്രെഡിറ്റ് ബി പോയിൻറ്റ്സ് 1 KB, അതായത് ഒരു പോയിന്റ് പറയുമ്പോൾ 1 രൂപ. റഫറൻറ്റ് ഉണ്ട് ഗൈസ് 50 പോയിന്റ്.
high and redeem your LB point. You need at least 50 point your cash transfer. റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം ഈ ബാങ്കിലേക്ക്. എൻ്റെ റെഫറൽ കോഡ് ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതായത് ഇനി ഒന്നും കൂടി പറയാം, 4 സ്റ്റെപ്പുകളുള്ളൂ. ഒന്ന് എലിജിബിലിറ്റി, KYC, പ്രൊഫൈല്, റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോൺ എലിജിബിൾ ആണോ റിജക്റ്റ് ചെയ്യുകയോ അതൊന്നും നിങ്ങൾ നോക്കുക. എന്നാലും മാക്സിമം ഇതിൽ 700ൻ്റെ മുകളിൽ വേണം, 750ൻ്റെ മുകളിൽ വേണം സിബിൽ സ്കോർ വൈസ്, എന്നാൽ തന്നെ അപ്രൂവ് ആക്കി തരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എല്ലാം ചെയ്യുക ഗൈസ്. അപ്പോൾ എനിക്ക് എനിക്ക് വയ്യ ഗൈസ്, ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യണം ഗൈസ്. പനിച്ചിട്ട് കുറേ 2-3 ദിവസമായി പനിയായിട്ട് ഗൈസ്. അതാണ് വീഡിയോ ഒന്നും ചെയ്യാത്ത, രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇല്ലാത്തല്ല, കണ്ടിന്യൂ ആയിട്ട് ചെയ്യാതിരിക്കായിരുന്നു ഗൈസ്. അതാണ് ഈ സംസാരത്തിലൊന്ന് വ്യത്യാസം വരുന്നുണ്ട് ഗൈസ്. എല്ലാവരും ഒക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എല്ലാം ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.